പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിലെത്തിയത് കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകൾക്ക് പിന്നാലെ ബി.ജെ.പിയുടെ പദയാത്രാ വേളയിലായിരുന്നു ആദ്യ ചർച്ച. പദയാത്ര ആലത്തൂരിൽ പ്രവേശിച്ചപ്പോൾ ഗുരുവായൂരിലെത്തി സുരേന്ദ്രൻ പത്മജയുമായി കൂടിക്കാഴ്ച നടത്തി. പിന്നാലെ ദില്ലിയിലെത്തി കേന്ദ്ര നേതാക്കളെയും കണ്ടു. അതേസമയം പുതുതായി എത്തുന്നവർക്ക് പാർട്ടിയിൽ മുന്തിയ പരിഗണന നൽകുന്നതിൽ ബി.ജെ.പി സംസ്ഥാന ഘടകത്തിലെ ഒരു വിഭാഗം കടുത്ത അതൃപ്തിയിലുമാണ്. ബി.ജെ.പി അംഗത്വം സ്വീകരിച്ച പത്മജ അല്പസമയത്തിനകം തിരുവനന്തപുരത്തെത്തും. വിമാനത്താവളത്തിൽ പത്മജയെ ബി.ജെ.പി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സ്വീകരിക്കുകയാണ്. അലമീൻ വിശദാംശങ്ങളുമായി. അലമീൻ, ഒന്ന് കെ സുരേന്ദ്രൻ തന്നെ മുൻകൈ എടുത്തിട്ടാണ് ആദ്യഘട്ട ചർച്ചകൾ നടന്നത് എന്നുള്ളത്. അതിനുശേഷമാണ് കേന്ദ്ര നേതൃത്വവുമായി പത്മജ വേണുഗോപാൽ സംസാരിച്ചത്. പത്മജ വേണുഗോപാൽ സംസാരിച്ച ഉപാധികൾ എന്തൊക്കെയാണ്? അത് ബി.ജെ.പി നേതൃത്വം നൽകുമെന്ന ഉറപ്പിനെ തുടർന്നായിരിക്കുമല്ലോ അവസാന ഘട്ടത്തിൽ അവർ ബി.ജെ.പിയിൽ തരാൻ തീരുമാനിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് എത്തുകയാണ് പത്മജ. വലിയ സ്വീകരണമാണോ തിരുവനന്തപുരത്ത് ഒരുക്കുന്നത്? നികേഷ്, പത്മജ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, കുറെ നാളുകളായി അവർ അതൃപ്തിയിലായിരുന്നു. ഇത് മാത്രമല്ല, കോൺഗ്രസിൽ നിന്ന് രാജ്യസഭാ സീറ്റ് അവർ പ്രതീക്ഷിച്ചിരുന്നു. അത് കിട്ടില്ല എന്ന് ഉറപ്പായ ഘട്ടത്തിലാണ് മറുകണ്ഠം ചാടാൻ ഒരു ആലോചന പത്മജ നടത്തുന്നത്. അതിന്റെ സൂചന ലഭിച്ചപ്പോൾ തന്നെ ബി.ജെ.പി നേതാക്കൾ പത്മജിയുമായി കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് ഇതുമായി ബന്ധപ്പെട്ട ആദ്യ ചർച്ചകൾ നടത്തിയത്. ബി.ജെ.പിയുടെ പദയാത്രയ്ക്കിടെ ഗുരുവായൂരിൽ വെച്ച് പത്മജയുമായി നേരിട്ട് കാണുന്നു. പത്മജയുടെ മനസ്സറിയുന്നു. ബി.ജെ.പിയിലേക്ക് വരാനുള്ള താല്പര്യം പത്മജ പങ്കുവെക്കുന്നു. അങ്ങനെ പത്മജയുടെ മനസ്സിലിരിപ്പ് കേന്ദ്ര നേതൃത്വത്തെ ഡൽഹിയിൽ നേരിട്ടെത്തിയാണ് സുരേന്ദ്രൻ അറിയിച്ചത്. ഈ പദയാത്രയ്ക്കിടയിൽ നിന്ന് അദ്ദേഹം മാറി നിന്നുകൊണ്ട് ഡൽഹിയിലേക്ക് പോവുകയും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുകയും ചെയ്തു. നേരത്തെ BDJS തീരുമാനിച്ചിരുന്ന ചാലക്കുടി സീറ്റ് അത് ബി.ജെ.പി ഏറ്റെടുക്കാൻ തീരുമാനിച്ചതും പത്മജയെ മുന്നിൽ കണ്ട് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. പക്ഷേ ഇങ്ങനെ പുതുതായി പാർട്ടിയിലേക്ക് വരുന്ന നേതാക്കൾക്ക് വലിയ പരിഗണന നൽകുന്നു എന്നുള്ളതിൽ ബി.ജെ.പിയിൽ ഒരു വിഭാഗത്തിന് വലിയ അതൃപ്തിയുണ്ട്. അത് അനിൽ ആന്റണിയുടെ കാര്യത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ പത്മജയുടെ കാര്യത്തിലും അതുണ്ട് എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നു. സൂചനകൾ മാത്രമല്ല, അതിന്റെ ചെറിയൊരു പ്രത്യക്ഷമായ ഒരു ഉദാഹരണം കൂടി കാണിച്ചു തരാം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ്. ഏതാണ്ട് 11 മണിക്ക് പത്മജ വിമാനത്താവളത്തിൽ എത്തുമെന്നുള്ളായിരുന്നു നേരത്തെ അറിയിച്ചത്. പക്ഷേ വിമാനം വൈകിട്ടുണ്ട്. അതൊരു 12:30 കൂടിയായിരിക്കും എത്തുക. വലിയ ഒരു സ്വീകരണം ബി.ജെ.പി പ്രവർത്തകർ ഇവിടെ ഒരുക്കുമെന്നുള്ളതായിരുന്നു നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. ബി.ജെ.പിയുടെ ചില പ്രവർത്തകർക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ വലിയ ഒരു ആൾക്കൂട്ടമോ വലിയ ഒരു ആവേശമോ, അല്ലെങ്കിൽ സാധാരണ ബി.ജെ.പി ഇത്തരം ഘട്ടങ്ങളൊക്കെ വലിയ ആവേശപൂർവ്വം കൊണ്ടാടുന്ന ഒരു പതിവ് രീതിയാണ് സാധാരണഗതിയിലുള്ളത്. പക്ഷേ ആ തരത്തിൽ ഉള്ള ഒരു പ്രതികരണമല്ല, അല്ലെങ്കിൽ ഒരു ചിത്രമല്ല ഇപ്പോൾ വിമാനത്താവളത്തിൽ കാണുന്നത്. ബി.ജെ.പിയുടെ പ്രവർത്തകരുണ്ട്, വനിതാ പ്രവർത്തകരും മറ്റു പ്രവർത്തകരും ഒക്കെ ഉണ്ട്. പക്ഷേ തിങ്ങി നിറഞ്ഞൊരു അന്തരീക്ഷമില്ല. ഒരു പക്ഷേ ഇനിയും വിമാനം എത്തുന്ന മുറയ്ക്ക് ആളുകൾ എത്തുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. നേതാക്കളുമായി സംസാരിക്കുമ്പോൾ പറയുന്നതും ശിവരാത്രിയാണ്, പ്രവർത്തകരും ആളുകളും ഒക്കെ തന്നെ ക്ഷേത്രത്തിലും അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിലും ഒക്കെ തിരക്കുകളിലാണ് എന്നുള്ളതാണ് നേതാക്കളൊക്കെ പറയുന്നത്. ഏതായാലും പത്മജയെ സ്വീകരിക്കാൻ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും കേന്ദ്രമന്ത്രി വി മുരളീധരനും കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തുമെന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. അവരെ അല്പസമയത്തിനകം ഇവിടേക്ക് എത്തും. റോഡ് ഷോയോ മറ്റു പരിപാടികളോ ഒന്നുമില്ല. വിമാനത്താവളത്തിലെത്തുന്ന പത്മജയെ സ്വീകരിക്കുന്നു. അതിനുശേഷം നേരെ ബി.ജെ.പിയുടെ ആസ്ഥാന മന്ദിരത്തിലേക്ക് പോവുകയാണ്. ബി.ജെ.പിയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിൽ നടക്കുന്ന ആദ്യത്തെ വാർത്താ സമ്മേളനം കൂടിയായിരിക്കും ഇന്ന് പത്മജ വേണുഗോപാൽ നടത്തുക. പത്മജയും നേതാക്കളും ബി.ജെ.പി സംസ്ഥാന കാര്യാലയത്തിലാണ്, മരാർജി ഭവനിലാണ് വാർത്താ സമ്മേളനം നടത്തുന്നത്. പുതിയ ഓഫീസ് തുറന്നതിന് ശേഷമുള്ള ആദ്യ വാർത്താ സമ്മേളനം അത് പത്മജയുടേതാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. പത്മജയ്ക്ക് എന്തുറപ്പ് പാർട്ടി നേതൃത്വം നൽകിയിട്ടുണ്ട് എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അത് ചാലക്കുടി സീറ്റാണോ, ഇനി അതിനപ്പുറത്തേക്കുള്ള ഒരു വൈറ്റ് ക്യാൻവാസ് വെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട് രംഗത്തിറക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചില അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഏതായിരുന്നാലും ഒരു പരിഗണന അത് പത്മജയ്ക്ക് കൊടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ അങ്ങനെ പുതുതായി കടന്നു വരുന്ന ആളുകൾക്ക് അർഹിച്ചതിലപ്പുറത്തേക്കുള്ള പരിഗണന കൊടുക്കുന്നു എന്നൊരു വിമർശനം അല്ലെങ്കിൽ പരാതി പാർട്ടിയിലെ ചില കോണുകളിൽ നിന്നെങ്കിലും ഉയർന്നു വരുന്നുണ്ട്. അത് പരസ്യ പ്രതികരണങ്ങളിലേക്കോ അല്ലെങ്കിൽ പരസ്യ നിലപാടായിട്ടൊന്നും വന്നിട്ടില്ലെങ്കിൽ പോലും അത്തരമൊരു അതൃപ്തി ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഏതാണ്ട് അതിന്റെ കൂടി ഒരു സൂചനയായിട്ട് ഇപ്പോൾ ഈ സ്വീകരണ വേളയിൽ ഇപ്പോഴെത്തിയിരിക്കുന്ന ആളുകളെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതുകൂടി അടിവരയിട്ട്, അല്ലെങ്കിൽ അതിന് അടിവരയിടുന്ന ഒരു ചിത്രം കൂടിയാണ്, അല്ലെങ്കിൽ അതിനുള്ള സാക്ഷ്യപത്രം കൂടിയാണ് ഇവിടെ കാണാനാകുന്നത്. ഇനി പത്മജ എത്തുന്ന സമയത്ത് കൂടുതൽ പ്രവർത്തകർ എത്തുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. അല്ലെങ്കിൽ പത്മജ വേണുഗോപാലിന് അല്പസമയത്തിനകം ബി.ജെ.പിയുടെ തിരുവനന്തപുരം ഘടകം സ്വീകരണം നൽകുകയാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തുകയാണ് പത്മജ വേണുഗോപാൽ.